എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ്. നല്ല പെർഫെക്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു ട്രേ നമുക്ക് ഗ്രീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കണം. ഈ ഒരു ബ്രൗണി തയ്യാറാക്കാൻ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ബൗളെടുക്കാം, അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് പൊടിച്ചിട്ടില്ല. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടായാലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഉരുക്കിയ ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണ്, സോൾട്ടഡ് ബട്ടർ അല്ല, അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉരുക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി ഒരിക്കലും പഞ്ചസാരയിലേക്ക് ഈ ബട്ടർ ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ടുണ്ടാവും. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി നല്ലതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കുക. മൈദയിൽ അധികം കട്ടയില്ലെങ്കിലും കൊക്കോ പൗഡറിൽ കട്ട ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സാക്കി അരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കേക്ക് ചെയ്യുന്നത് പോലെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് എടുക്കാൻ പാടില്ല. കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണി കിട്ടുക കേട്ടോ. സാധാരണ ഒരു കേക്കിൻ്റെ ടെക്സ്ചറേ അല്ല, കേക്ക് പോലെ അത്ര അങ്ങോട്ട് സോഫ്റ്റായി ഇത് വരത്തൂല്ല. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസോ ചേർത്ത് കൊടുക്കാം. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നട്ട്സ് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരുപാട് ചോക്ലേറ്റ് ചേർത്തിട്ടില്ല, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ചിപ്സ് ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഞാനിവിടെ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ബ്രൗണീസ് മിക്കവാറും ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക. നിങ്ങളുടെ അടുത്തുള്ള ട്രേ ഏതാണോ അതിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ടാപ്പ് ചെയ്യലാണ് പതിവ്. ഇത് അതുപോലെ ടാപ്പ് ചെയ്യാൻ പാടില്ല. 2 ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. യൂണിഫോമായിട്ട് മുഴുവൻ ബാറ്ററും ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പതുക്കെ ചെയ്യുക കേട്ടോ, പതുക്കെ ചെയ്താൽ മാത്രമാണ് അത് നന്നായിട്ട് എല്ലായിടത്തേക്കും ആയി കിട്ടുന്നത്. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് OTG ഓവനിൽ ബേക്കിംഗ് ടൈം. 1 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 160 അല്ലെങ്കിൽ 170 ബേക്ക് ചെയ്തിട്ടെടുക്കാം. 25 മിനിറ്റിന് ശേഷം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ചിലർക്കത് 30 മിനിറ്റൊക്കെ എടുക്കാറുണ്ട്. OTG ഓവൻ്റെ ഒരു ചൂടൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാവും. അതിനുശേഷം ഇതങ്ങ് മാറ്റിയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറുന്ന സമയത്താണ് ഇത് മാറ്റിയിട്ടുള്ളത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മുകൾ ഭാഗം കുറച്ച് ക്രിസ്പായിട്ടാണ് ഉണ്ടാവുക. ഉള്ളിൽ ഒരുപാടങ്ങ് വെന്ത് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല.
കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അല്ല ഉണ്ടാവുക, വേറൊരു തരം സോഫ്റ്റ്നെസ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ചോക്കോ ചിപ്സോ ചോക്ലേറ്റോ ഒക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് ഉള്ളിലേക്ക് ഇരിക്കണം. അപ്പോൾ ഉള്ളിലൊരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പക്ഷേ കേക്ക് പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. നല്ല ഫഡ്ജി ആയിട്ട്, അതാണ് ഒരു ബ്രൗണിയുടെ കണക്ക്. നല്ല ചൂടുള്ള ബ്രൗണിയുടെ കൂടെ നല്ല തണുത്തൊരു ഐസ്ക്രീമാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. നല്ല ചൂടുള്ള ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചിട്ട് ബ്രൗണി നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.